മക്കൾക്കെതിരെ കേസ് കൊടുത്തതോർത്ത് ഞാൻ കാണാതെ കണ്ണീരൊഴുക്കുന്ന ആ പാവത്തിനെ പോലും മക്കള് വെറുതെ വിട്ടില്ല. ദേഹോപദ്രവം വരെ ഏൽപ്പിച്ചു. എന്റെ ചന്ദ്രികയെ ഉപദ്രവിക്കാൻ ഇവർക്കെന്ത് അവകാശം? ചന്ദ്രിക വർമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എവിടെയോ കണ്ടു മറന്ന മുഖം. ഒരാളെപ്പോലെ 7 പേരുണ്ടെന്നാണല്ലോ. മാധവൻ നായരും ചന്ദ്രിക വർമ്മയും തമ്മിലുള്ള പ്രണയകഥ കേട്ടപ്പോഴേ ഒന്ന് കാണണമെന്ന് വിചാരിച്ചു. ശരി, എന്താണ് കോടതിയെ ബോധിപ്പിക്കാനുള്ളത്? മാധവേട്ടൻ പറഞ്ഞതൊക്കെ സത്യം. സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിച്ച ആള് ആവശ്യം കഴിഞ്ഞപ്പോ ആർക്കും വേണ്ട. പരസ്പരം താങ്ങു തണലാവേണ്ട പ്രായത്തിൽ ഞങ്ങളെ വേർപിരിക്കാൻ നോക്കിയവരാ മക്കള്. ഒരു ശല്യമാവാതെ എല്ലാവരുടെ കണ്ണിൽ നിന്നും അകന്ന് അധ്വാനിച്ച് ജീവിക്കാന്ന് കരുതിയപ്പോ അതിനും അനുവദിക്കുന്നില്ല. ഏട്ടാ, അമ്മ കൂടി വന്നപ്പോ കേസിന്റെ രീതി മാറി. ഇപ്പോ കോടതി മാപ്പ് പറഞ്ഞ് തടിയൂല. ഉണ്ടാതിരിക്കണം അവിടെ. മാപ്പ് പറയുന്ന പ്രശ്നമില്ല. എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നാണോ? കേട്ടല്ലോ. യുവർ ഓണർ, പ്രായമേറിയ 2 പേര് വന്ന് കള്ളം പറഞ്ഞ് കരഞ്ഞു വിളിച്ചാല്